കാനഡയിൽ മഞ്ഞ് പെയ്യുമെന്ന് നാട്ടിൽ നിന്ന് പോരണതിന് മുന്നേ അറിയായിരുന്നെങ്കിലും മഞ്ഞിന്റെ കൂടെ അകമ്പടിയായി കുറച്ചധികം കലാപരിപാടികൾ കൂടെ വരുമെന്ന് അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഉഷാറില്ലായ്മ, ചടപ്പ്, എന്തിനു വേണ്ടി തിളയ്ക്കണ സാമ്പാർ പോലെ കുറെ കടമകൾ തീർക്കണ മനുഷ്യന്മാർ, ഇതിൻ്റെയൊക്കെ പുറമെ എവിടെ തിരിഞ്ഞാലും കുറെ കറുത്ത ജാക്കറ്റും. ഇതിൽ എന്നെ ഏറ്റവും എഫക്ട് ചെയ്തത് ഉഷാറില്ലായ്മ എന്ന പരിപാടിയാണ്. സൂര്യഭഗവാനെ കണി കാണാൻ കിട്ടാത്തതുകൊണ്ടാണ് ശാസ്ത്രം പറയണത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് കൊടും തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് മൂടിപ്പൊതിച്ച് പുറത്തിറങ്ങണത് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ ആകെ പോണതാണെങ്കിൽ ജോലിക്കും അരിമേടിക്കാനും. ഈ ഒരു അടിപൊളി സാഹചര്യം ഒരു മിനിമം 5-6 മാസമെങ്കിലും കാണും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്തിനാ പിന്നെ അവിടെ നിൽക്കണേ, ജീവിച്ചു പോകണ്ടേ? ഈ പറഞ്ഞതിന്റെയൊക്കെ പ്രതിവിധി വൈറ്റമിൻ ഗുളികകളും ഇൻഡോർ പരിപാടികളൊക്കെ ആണെങ്കിലും റിയൽ ലൈഫിൽ എല്ലാവർക്കും ഇതൊക്കെ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യന്മാർക്കും അവനവനെ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാം. എനിക്കത് കുംഭകർണ നിദ്രയാണ്, പിന്നെ കുറച്ച് കുക്കിങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രംഗണ്ണന്മാരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.